ഞാൻ സെമിനാരിൽ പോയതിന് ശേഷം അന്ന് മുതൽ ഇവിടുത്തെ വിശുദ്ധ കുരിശിൻ്റെ വൈകിട്ടത്തെ കുരിശുവരയുടെ സമയം മുഴുവൻ ഒരു മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പിടിച്ചിട്ടാണ് എല്ലാ രഹസ്യങ്ങളും ചെല്ലുന്നത്. ഒരാളെ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു അച്ഛനാവാൻ പറ്റുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പം അവനവിടെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇടവയിലായിരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് പറ്റാറില്ല, അല്ലെങ്കിൽ ഞാനും അവരുടെ കൂടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൂടാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് മലമ്പ്രദേശമൊക്കെ ആയിരുന്നു. 6ാം ക്ലാസ് 7ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ എന്തായാലും അച്ഛനാവാൻ പോവുകയില്ല, ഞാൻ പോകുന്നില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞു. ഞാൻ ഇവൻ കുഞ്ഞായിരുന്ന കാലം മുതൽ മടിയിലെത്തി കുരിശ് അർപ്പിക്കുന്ന കാലത്ത് ഞാൻ പ്രാർത്ഥിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈശോ എന്നെ വിശുദ്ധനായ ഒരു അച്ഛനാക്കണേത്. ആളുകളുടെ ഇടയിലായിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് എന്ത് കിട്ടും, എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് ചെയ്യാനുള്ളൂ, അങ്ങനെ ഒരു ചിന്ത വളർന്നു വരുന്നു എന്ന് തോന്നുന്നു. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ലൈഫ് എടുക്കണം. റിസ്ക് എടുക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വിചാരിക്കുന്ന കുറേ പൈസ ഉണ്ടാക്കിയാലോ എല്ലാ കാര്യങ്ങളും ചുറ്റുമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷവും സമാധാനം കിട്ടുമെന്ന് അല്ല. ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നന്മ എന്താണോ അവിടെ നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ആ സന്തോഷ സമാധാനം നമ്മൾ ഫീൽ ചെയ്യുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം സെമിനാരി കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു, വൈദികനാകുന്നതിനെക്കുറിച്ച്. ഇവിടെയെല്ലാം ഒരു വ്യക്തിക്ക് കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സപ്പോർട്ട്, ഒപ്പം പ്രാർത്ഥന, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യങ്ങൾ. ഇപ്പം അച്ഛൻ സെമിനാരി ലൈഫിൽ അച്ഛനുണ്ടായ ചില കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ചിലപ്പോൾ പലപ്പോഴും ഒരു വിഷമിക്കുന്ന സമയം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന സപ്പോർട്ട് അത് സാമ്പത്തികമെന്നല്ല, പക്ഷേ പ്രാർത്ഥന കൊണ്ട് അവർ നൽകുന്ന. അച്ഛൻ്റെ ലൈഫിൽ അതെങ്ങനെയാണ് അച്ഛൻ കാണുന്നത്, ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെമിനാരിൽ പോകുന്ന കുട്ടികൾ അവർ കാണട്ടെ അവരുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതൊരു കാണുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയും രാവിലെ നേരത്തെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി കരുണക്കൊന്ത ഇല്ലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ സെമിനാരിൽ പോയതിന് ശേഷം അന്ന് മുതൽ ഇവിടുത്തെ വിശുദ്ധ കുരിശിൻ്റെ വൈകിട്ടത്തെ കുരിശുവരയുടെ സമയം മുഴുവൻ ഒരു മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പിടിച്ചിട്ടാണ് എല്ലാ രഹസ്യങ്ങളും ചെല്ലുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു ശൈലിയായി. പിന്നെ അത് ഞാൻ സെമിനാരിൽ പോയതിന് ശേഷമാണ്. അത് ഞാൻ കാണുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടുന്ന് ഈ കുടുംബത്തിലുള്ള എല്ലാവരും പള്ളിയിൽ പോകാൻ തുടങ്ങും. ഞാൻ സെമിനാരിൽ പോയതിൻ്റെ അന്ന് തൊട്ടാണ്. അത് ഞാൻ കാണുന്നുണ്ട്. പ്രാർത്ഥന തീർച്ചയായിട്ടും ഒരു വൈദികനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഫ്യൂവൽ പോലെയാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ അങ്ങനെയാണ്. തീർച്ചയായിട്ടും അത് തന്നെ നമുക്കൊരു വലിയ ബലമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന, നമ്മളിലൂടെ പല കാര്യങ്ങളും നടത്തുന്നത് പ്രാർത്ഥന. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയും അതേപോലെ ചെയ്യുന്ന, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അനിയൻ എനിക്ക് വേണ്ടി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ചെറിയ അനിയൻ എനിക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. മാത്രമല്ല അതൊരു വലിയ സ്പിരിച്വൽ ഗ്രേസ് തരുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ മാതാപിതാക്കൾ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ. ഈ വൈദികനാവും ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഇപ്പോൾ അച്ഛൻ തന്നെ നേരത്തെ ഒരു നമ്മൾ സെമിനാരി കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പലപ്പോഴും സെമിനാരിൽ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ഇയേഴ്സ് ഒരുപാട് പേരുണ്ടാവും. അത് എനിക്ക് തോന്നുന്നു എല്ലാ രൂപതകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് സെമിനാരി ആയിക്കോട്ടെ കോൺവെൻ്റ് ആയിക്കോട്ടെ, അതിൽ നിന്ന് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് കുറഞ്ഞു വരുന്നത്. ഒരു പക്ഷേ ആദ്യം വരുന്ന 50 പേർക്കോ അല്ലെങ്കിൽ ഒരു 20-30 പേർക്ക് സമയത്ത് അവരുടെക്കുള്ളിൽ ഒരേ ആഗ്രഹമായിരിക്കും. അച്ഛനൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു 23 പേര് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു ആഗ്രഹമായിരുന്നുണ്ടാവും, വൈദികനാവണം എന്നായിരുന്നു അല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. ഒരു പക്ഷേ അവിടെ എല്ലാം പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ തന്നെയാണ്. സപ്പോർട്ടാണ്. അതാണ് നമ്മളൊരു വൈദികനിലേക്ക് എത്തിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹത്തെക്കാൾ കൂടുതൽ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ഒരാളെ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു അച്ഛനാവാൻ പറ്റുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കണം, നമ്മുടെ കുടുംബാംഗങ്ങൾ അതേപോലെ ആഗ്രഹിക്കണം, ഒരു നാട് മുഴുവൻ അതിനുവേണ്ടി ആഗ്രഹിക്കണം. പ്രാർത്ഥന ഞാൻ സെമിനാരിലായിരിക്കുമ്പോൾ മാത്രമല്ല ഇന്നും അതേപോലെ തന്നെ എൻ്റെ ഈ വൈദിക ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നത്, എൻ്റെ അനിയൻ ഇപ്പോൾ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ബാംഗ്ലൂരാണുള്ളത്. പക്ഷേ കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പം അവനവിടെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇടവയിലായിരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് പറ്റാറില്ല, അല്ലെങ്കിൽ ഞാനും അവരുടെ കൂടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൂടാറുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് എല്ലാ ദിവസവും. ഇപ്പം അനിയൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ കൃത്യമായിട്ട് 8:45 മാറ്റി വയ്ക്കും. അങ്ങനെ അത് അവൻ്റെ സമയമാണ്, അവനവിടെ എത്തിയിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് പറ്റുമല്ലോ. ഇതൊന്നും പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഡിസ്കംഫോർട്ട് പോലെയൊക്കെ തോന്നി.
പക്ഷേ എല്ലാം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ ഈ സമയത്ത് അവൻ പ്രാർത്ഥിക്കുന്ന സമയമാണ് അവൻ്റെ കൂട്ടുകാർക്ക് അറിയാം, അവൻ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കില്ല. 8:45 ആള് വന്ന് അവൻ വന്നോളൂ, വീഡിയോ കോളിൽ വരും, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും അല്ലേ? അതെ, അവൻ്റെ ആ ഒരു റൂം ഫ്രീ ആയിട്ടുണ്ടാവും, അവൻ്റെ കൂട്ടുകാരെല്ലാം മറ്റു റൂമിലേക്ക് മാറും. അവൻ അവിടെ വന്നിരുന്ന് അവരുടെ കൂടെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുന്നു, എല്ലാവരും വർത്തമാനമൊക്കെ പറയുന്നു, എല്ലാവരും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ബാക്കപ്പ് എന്നും ഇപ്പോഴും അന്നും സെമിനാരിൽ എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഈ അച്ഛനിത് പറയുമ്പോൾ എനിക്ക് അച്ഛൻ ഈ പറഞ്ഞൊരു കാര്യം, ഇന്ന് നമ്മുടെ പല കുട്ടികളും ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിയുമ്പോൾ +2 കഴിഞ്ഞാൽ മറ്റ് വിദേശത്തേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതോടുകൂടി എനിക്കൊന്ന് കുടുംബമായിട്ടുള്ള ഒരു ബന്ധം കുറയുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കും. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരിക്കൽ പോലും അത് കഴിഞ്ഞിട്ടൊക്കെ വിളിച്ച് ഒരു 10 മിനിറ്റ് സുഖമാണോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുമായിരിക്കും. പക്ഷേ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വീഡിയോ കോളിലൂടെ പങ്കെടുക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് സംശയമാണ് പലപ്പോഴും. ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നു, അതുകൊണ്ട് തന്നെ. പക്ഷേ ഉണ്ടാവാം ഒരിക്കലും. പക്ഷേ ഇത് വലിയൊരു മാതൃകയാണ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കായാലും അവരുടെ കുടുംബങ്ങൾ മാതൃകയാണ്. ഒരു സമയം കുടുംബത്തെ മാറ്റിവെക്കുന്നു. കുടുംബത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന മക്കളായാൽ പോലും കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിശുദ്ധിയും അതിൻ്റെ ഒരു ചൈതന്യവും അത് ഒട്ടും നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വളരെ വലിയതും കൂടിയാണ്. ഒരു പക്ഷേ അച്ഛൻ്റെ ആ ഒരു വൊക്കേഷനിൽ ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? ഏതെങ്കിലുമൊക്കെ രീതിയിൽ തീർച്ചയായിട്ടും എൻ്റെ വൊക്കേഷനിൽ ഇതുണ്ട്. അല്ലാതെ പെട്ടെന്ന് എനിക്കങ്ങനെ ഒരു ദൈവവിളി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് അച്ഛൻ പറയുമ്പോൾ നമുക്ക് അച്ഛൻ്റെ ഫാമിലിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അപ്പച്ചൻ, അമ്മച്ചി, 2 അനിയന്മാരുണ്ട് അല്ലേ? അതെ, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. യെസ്. നമ്മളിപ്പോൾ ഉള്ളത് ബോബീച്ചിൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ബോബീച്ചിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. ബോബീച്ചിൻ്റെ അപ്പച്ചൻ, അമ്മച്ചി, സഹോദരങ്ങളെല്ലാം ഇപ്പോൾ നമ്മളോടൊപ്പമാണ്. അവർക്ക് ബോബിയച്ഛനെ കുറിച്ച് ഷെയർ ചെയ്യാനുള്ള അനുഭവങ്ങൾ, അതായത് നമുക്കിങ്ങനൊരു അച്ഛനെ സഭയ്ക്ക് നൽകിയതിൻ്റെ പിന്നിലുള്ള മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. സ്വാഗതം. എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തോ അപ്പച്ചനൊന്ന്? എൻ്റെ പേര് ജോർജ്, പാലക്കുഴ വീട്ടുപേര്. ഞാൻ കുടിയാമലയിൽ നിന്നാണ്, അതായത് കണ്ണൂർ ജില്ലയിലെ കുടിയാമലയിൽ നിന്നാണ് ഈ ഗുഡലിലേക്ക് കുടിയേറിയത്. 1998 ഇവിടെ താമസം തുടങ്ങുന്നത്. ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ബോബിയെ സ്കൂളിൽ വിടുന്നതും ഒക്കെ അവൻ്റെ പഠന മേഖലകളൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുരുമുളക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ ഗുഡലൂരേക്ക് വരാൻ കാരണം. പുതിയൊരു കുടിയേറ്റ മേഖലയാണ്. കുരുമുളക് കൃഷിക്ക് ഏറ്റവും നല്ലൊരു പ്രദേശമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് കുരുമുളക് കൃഷിയായിരുന്നു ആദ്യമായിട്ട്. അങ്ങനെ ബോബീച്ചിൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്? അങ്ങനെയാണ്. അതെ, സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിൽ സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് മലമ്പ്രദേശമൊക്കെ ആയിരുന്നു. അപ്പോൾ സ്കൂളിൽ ഒരു 7 കിലോമീറ്ററോളം ദൂരമായിരുന്നു സ്കൂളിൽ. അപ്പോൾ ഇങ്ങോട്ട് താമസം മാറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കൂളുകളൊക്കെ അടുത്തുണ്ട്, പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ ഒരു ലക്ഷ്യമായിരുന്നു, പിള്ളേരെ പഠിപ്പിക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങോട്ട് മാറുന്നത്. അതെ. എൻ്റെ പേര് റീന, ഞാൻ ചെമ്പേരി സ്വദേശിയാണ്. കുടിയാമലേക്ക് കെട്ടിച്ചു. മക്കളെ 2.5 വയസ്സായപ്പോഴത്തേനും ബോബിയസിനെ കൂട്ടി ഇങ്ങോട്ട് വരേണ്ടത്. വളരെ കഷ്ടമായിരുന്നു നമ്മളിന്ന് സ്കൂളിലൊക്കെ പിള്ളേരെ പറഞ്ഞെങ്കിൽ, വളരെ മല പ്രദേശത്തായതുകൊണ്ട് ഇവിടെ പള്ളിയും സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് കൂടുതൽ ആഗ്രഹിച്ചു ഇങ്ങോട്ട് പോകാൻ. ദുരിതമാണ്. മാത്രമായിരുന്നു ഒറ്റ മോനായിരുന്ന സമയത്തുണ്ടായിരുന്നു? ഇല്ല, എബി അന്നേരം. ഞാനൊരു എബി ചോദിച്ചാൽ ഇപ്പോൾ എന്നാണ് സ്കൂളിൽ പോയി 4 വർഷം. പിന്നെ എൻ്റെ കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. സിസ്റ്റർമാർ കാറുകൊണ്ട് ഉണ്ട്. അവൻ പറഞ്ഞത് എൻ്റെ പേര് എബി ജോർജ് എന്നാണ്. ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അവിടെ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പഠിച്ചതെന്നാണ്. ഏറ്റുമാനൂർ സേവാഗ്രാം സ്കൂളിൽ നിന്നാണ് പറഞ്ഞത്. എൻ്റെ പേര് നൂബി എന്നാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എഞ്ചിനീയറിങ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് പോകുന്നു. ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. പഠിത്തം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ മൂത്ത മകൻ വൈദികനായിരിക്കുകയാണ്.
അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് അപ്പച്ചൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് അവനെ ഞങ്ങൾ വൈദികനാക്കണം എന്നുള്ളൊരു ചെറുപ്പത്തോടെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതായത് അവനിലോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു എങ്ങനെയാണ് നിനക്ക് അച്ഛനാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചെറുപ്പത്തിൽ ചോദിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ ചോദിക്കുമായിരുന്നു. പക്ഷേ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ എന്തായാലും അച്ഛനാവാൻ പോകുകയില്ല, അവൻ പോകുന്നില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞു അവൻ. അങ്ങനെ 9ാം ക്ലാസ് കഴിഞ്ഞ് 10 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ അച്ഛനാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് +1 ഇവിടെ പഠിച്ചു. +1 കഴിഞ്ഞപ്പം പുള്ളി ഒരു ബാംഗ്ലൂർ ഒരു ധ്യാനത്തിന് എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് പോയതാണ്. അവന് ഒക്കേഷന് വേണ്ടിയിട്ട് അവന് സെമിനാരിൽ പോകണമെന്നുള്ള താല്പര്യം പറഞ്ഞപ്പം അവനെ കൊണ്ടുപോയതാണ് കൂട്ടുകാരെ ഇവർ 3 പേരും കൂടെ കൂടിയിട്ട് കൂട്ടുകാർ 3 പേരും കൂടെ. അവിടെ ചെന്ന് കഴിച്ചപ്പം ഓൻ പറഞ്ഞു പോയി തിരിച്ചു വന്ന് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ സെമിനാരിൽ പോകാമെന്ന് പറഞ്ഞു. കൂട്ടുകാരും പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ പറഞ്ഞു ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു ഏതായാലും +1 ആയില്ലേ, അത് കഴിഞ്ഞ് +2 കൊണ്ട് കഴിഞ്ഞിട്ട് പോയാൽ മതി, തീരുമാനമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ദൈവവിളി ഉറപ്പ് തന്നെയാണോ ഇനി പെട്ടെന്ന് ഒരു ധ്യാനത്തിൽ നിന്ന് വന്നാണോന്ന് അറിയണമല്ലോ. അതെ, ഒരു ഉറപ്പാകണമല്ലോ. അതുകൊണ്ട് +1 ഏതായാലും +1 പഠിക്കുകയും ചെയ്യുകയാണ്. അത് തീരട്ടെ. ഇനി +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യവും അങ്ങനെയാണ്. പിള്ളേർ ചെറുപ്പത്തിൽ പോകണമെന്ന് പറഞ്ഞാലും 10ാം ക്ലാസ്സിൽ പോയിച്ച് പിന്നെ +1 കഴിയുമ്പോഴത്തേക്ക് അവർ തിരിച്ചു വരും. +2 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു വരിക ചെയ്യുന്നത്. അപ്പോൾ ഇതേതായാലും അങ്ങനെ വേണ്ട, അങ്ങനെ തീരുമാനം ഉറപ്പായിട്ട് അങ്ങനെ പോയാൽ മതി. അതുകൊണ്ട് +2 കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു എന്തായാലും ഞാൻ പോവുകയാണ്. +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മൂത്ത മകനെ വൈദികനാക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിൽ വന്നത് എന്തുകൊണ്ടാണ്? അത് അച്ഛന്മാരും പള്ളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. പൊതുവേ പള്ളിയുമായിട്ട് നന്നായിട്ട് അടുപ്പമുള്ള ആൾക്കാരാണ്. വൈഫാണെങ്കിൽ അവിടെ ടീച്ചറാണ്, വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളും പള്ളിക്കാര്യങ്ങളുമായിട്ടൊക്കെ നന്നായിട്ട് അടുപ്പമുള്ളതായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ താല്പര്യമുണ്ട്. പിന്നെ ചേട്ടൻ്റെ മോൻ അച്ഛനുണ്ട്, കുടുംബത്തിൽ അച്ഛനുള്ളതാണ്. അതുകൊണ്ട് അവൻ താല്പര്യം ഉണ്ടെങ്കിൽ പോകാമെന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിർബന്ധിച്ച് വിടുന്നില്ല എന്ന് തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഇപ്പോഴും പിന്നെ ഒക്കേഷനിൽ ഒരു വർഷത്തെ ഒക്കേഷൻ ഉണ്ടായിരുന്നു മാനന്തവാടിയിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇവിടെ അവർക്ക് ഡിഗ്രി എടുക്കണമെന്ന് പറഞ്ഞു, ഡിഗ്രി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിഗ്രി പഠിപ്പിക്കാനാണെങ്കിൽ ഇവിടുത്തെ ഇവിടെ ഒരു കോളേജുണ്ട്, ഗവൺമെൻറ് കോളേജുണ്ട്, ഇവിടെ തമിഴ്നാട്ടിൻ്റെ കോളേജുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ വീട്ടിൽ കൊണ്ടുപോയി പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിർത്തി പഠിപ്പിച്ച് കഴിഞ്ഞാൽ അന്നേരം അവനെ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. 3 വർഷത്തെ പഠനം കൂടെ കഴിഞ്ഞിട്ട് അപ്പോഴും ഉറപ്പുള്ള തീരുമാനമാണെങ്കിൽ മാത്രം 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വിടാമെന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് 3 വർഷത്തെ ഡിഗ്രി എടുക്കുന്നത്. മാത്സ് എടുത്തതാണ്. BSc മാത്സ് കഴിഞ്ഞാണ്. പിന്നെ ഈ 3 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഉറപ്പായി പോയാൽ തന്നെ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെയാണ് അവനെ വിടുന്നത്. +1 നിലപാട് പിന്നെ മാറ്റിയില്ല. എല്ലാം മാറ്റിയില്ല. അടുത്ത തീരുമാനം ഉറപ്പായിരുന്നു, ഉറച്ച തീരുമാനമായിരുന്നു അത്. അമ്മച്ചിക്ക് എന്തായിരുന്നു അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം മുതലേ? ഞാൻ ഇവൻ കുഞ്ഞായിരുന്ന കാലം മുതലേ മടിയിലെത്തി കുരിശ് വരപ്പിക്കുന്ന കാലത്ത് ഞാൻ പ്രാർത്ഥിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈശോ എന്നെ വിശുദ്ധനായ അച്ഛനാക്കണമെന്ന്. ഞാൻ ഒന്നും വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചതല്ല, പക്ഷെ ഞാൻ അങ്ങനെ അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു ചെറുപ്പം മുതൽ. തീരെ കുഞ്ഞായിരുന്ന കാലഘട്ടത്തിൽ മുതലേ. തീർത്തും ചെറുതാനും പറയാനും ശരിക്കും വാക്കുകളില്ല. അത്രയും പറയലാത്ത കാലത്തിലും കൈകൂട്ടി പിടിച്ച് പ്രാർത്ഥിപ്പിക്കും. മുട്ട നിർത്തിയിട്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുക, എന്നെ ശരിക്കും ഇഷ്ടമുള്ള കുഞ്ഞാക്കണേ, എന്നെ വിശുദ്ധനായ അച്ഛനാക്കണേ എന്ന് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇവൻ സെമിനാരിയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് ആ ബോധ്യമൊന്നുമില്ല അങ്ങനെ ആരും വിടും എന്നുള്ള രീതിയിലോ പോകുമെന്നുള്ളത്. പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിഷമമാണ് തോന്നിയത്. കാരണം രണ്ടാമത്തെ കൊച്ചിന് ഒരു കഴിവും ഇല്ല, അമ്മേനെ വിളിക്കാനുള്ള കഴിവ് പോലും ഈ രണ്ടാമത്തെ കൊച്ചിനില്ല. അങ്ങനെയുള്ളപ്പോൾ ഇവൻ അച്ഛനാവും പോയി കഴിഞ്ഞാൽ വീട്ടിൽ ആരും ഇല്ലല്ലോ എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ചേട്ടൻ്റെ അപ്പനും അമ്മയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അവരും രോഗികളാണ്, പ്രായമായവരായിരുന്നു. അപ്പം ഇപ്പം പോയി കഴിഞ്ഞാൽ ഈ കൊച്ചിനുള്ള നോട്ടം, അങ്ങനെയുള്ളൊരു ഭയങ്കര ഒരു വിഷമത്തിലിരിക്കുമായിരുന്നു. പിന്നെ ഇവൻ ആത്മാർത്ഥമായിട്ട് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെയുള്ള ഒരു അച്ഛൻ പറയുമായിരുന്നു ഏത് കാര്യവും നമ്മൾ 30 ദിവസം പ്രത്യേകിച്ച് കൊന്തമാസത്തിൽ ഒക്ടോബർ മാസത്തിൽ കൈവിരിച്ച് പിടിച്ച് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ആ കാര്യം സാധിച്ചു തരുമെന്ന്. അങ്ങനെ ഇവന് നമുക്കൊരു കൊച്ചും കൂടെ വേണം നമ്മുടെ വീട്ടിലൊരാൾ. ഞാനൊരു പന്ത് എറിഞ്ഞു കൊടുത്താൽ തിരിച്ചവൻ എറിഞ്ഞു തരിക ഐബി. അപ്പോൾ എനിക്ക് ആരും ഇല്ലല്ലോ അമ്മയെന്ന് ഇവൻ പറയുമായിരുന്നു. അപ്പോൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവൻ 30 ദിവസം ബോബിയച്ചൻ കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. അവനാണ് തുടക്കം ഇട്ടത് അങ്ങനെ പ്രാർത്ഥിക്കാൻ. 8ലും 9ലൊക്കെ വരുന്ന കാലഘട്ടത്തിലാണ്, ആ സമയത്തായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അവൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും വിശ്വാസമായിരുന്നു. പക്ഷെ 3ാമതൊരു കൊച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എബിയെ പോലെ തന്നെ ആകും എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ആ വിശ്വാസ തീക്ഷ്ണതയിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് 30 ദിവസം കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഞങ്ങൾക്കുണ്ടായ കൊച്ചായിരുന്നു നോബി. ഒരു കുഴപ്പമില്ലാതെ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ സെമിനാരിൽ പോകുന്ന കാര്യം പറയുന്നതും. ഞങ്ങൾ സമ്മതം പറഞ്ഞോന്ന് ചോദിച്ചാൽ സമ്മതം പറഞ്ഞു. വിഷമം ഉണ്ടായിരുന്നു. പിന്നീട്
തമ്പുരാൻ ആ വിഷമങ്ങളെയൊക്കെ അങ്ങോട്ട് നന്നായി മാറ്റി. ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ലാതെ അവൻ്റെ കുറവുകൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എബി വർത്താനം പറയില്ലെങ്കിലും പിന്നീട് നന്നായിട്ട് സംസാരിക്കാനും അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും പിന്നീട് നല്ല സ്കൂളിൽ വിടാനുള്ളൊരു അവസരവും ദൈവം ഒരുക്കി തന്നു. അതുകൊണ്ട് ഇന്ന് അവൻ്റെ ആ വിശ്വാസമാണ് ഇത്രയും ഞങ്ങൾക്ക് നന്മകൾ കൈവന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു എത്ര 10 വർഷത്തോളം സെമിനാരി കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോൾ മകൻ അച്ഛനാവും? കാരണം അതൊരു നീണ്ട പ്രോസസ്സാണ്, അതും വളരെ കുറച്ച് പേര് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുള്ളൂ. അപ്പോൾ അതിലൊക്കെ എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചൊരുങ്ങിയതൊക്കെ? ഞങ്ങളെല്ലാ ദിവസവും രാവിലെ തന്നെ ആയിട്ട് ഞങ്ങൾ ചേട്ടനും ഞാനും കരണകൊന്ത ജലീബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. പിന്നെ ഒരു ദിവസം പോലും എല്ലാ ദിവസവും രാവിലെ അതിപ്പോഴും മുടക്കാതെ പോകുന്നു. പിന്നെ എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. അത് എബി ഉള്ളപ്പോൾ അങ്ങനെ എന്തെങ്കിലും പണിയും പണിക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും കുർബാനയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുക. എല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് ദൈവം സാധിക്കുന്നുണ്ട്. അവൻ പോയതിനടുത്ത് ഒരു വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. നന്നായി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു കുറവും ഇല്ലാതെ തമ്പുരാൻ അത് ക്രമീകരിക്കുന്നുണ്ട്. അത് ആരിലൂടെ എങ്കിലും ആണെങ്കിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, നോബി അല്ലേ? എനിക്ക് തോന്നുന്നു ബോബി അച്ഛനും അപ്പച്ചനും അമ്മച്ചൊക്കെ 30 ദിവസം കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടായതാണ്. ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ് അല്ലേ? ഒരാളെ ദൈവത്തിലേക്ക് കൊടുത്തപ്പോൾ മറ്റൊരാളെ ദൈവം തന്ന ഒരു ഗിഫ്റ്റ് വീട്ടിലേക്ക്. എന്ത് തോന്നുന്നു ഇങ്ങനൊരു അച്ഛനെ കുറിച്ചും? ഇങ്ങനെ മൂത്ത ചേട്ടൻ വൈദികനായി, എന്താണ് പറയാനുള്ളത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ അച്ഛനാകാൻ പോകുന്ന കാലം വെച്ചാൽ ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ ഒന്നും അറിയത്തില്ലേ വൈദികനാന്ന് വലിയ കാര്യമാണ്, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടമുള്ള പരിപാടി എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലായിരുന്നു. കാരണം ചെറുപ്പമാണ് ഒന്നാമതെ. അപ്പോൾ ചേട്ടൻ എൻ്റെ കൂടെ വേണമെന്നൊരാഗ്രഹമായിരുന്നു. കാരണം എപ്പോഴായാലും പോലും എൻ്റെ കൂടെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നുള്ളൊരു ആലോചനയായിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാതെ ചേട്ടൻ പോയായിരുന്നു. സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സങ്കടമൊക്കെ മാറി പിന്നെയാണ് ഈ അറിയുന്നത് വൈദികനാവുന്നതെന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടി പോകുന്നതാണ്, ദൈവത്തിന് വേണ്ടി പോകുന്നതാണ് മനസ്സിലായി. പിന്നെ ഓക്കെ എന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പിന്നെ ആ സങ്കടം അങ്ങ് വലിയൊരു വിഷമമായി തീർന്നില്ല. ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ വരുമായിരുന്നു. എന്ന് വെച്ചാൽ ആകപ്പാടെ വർഷത്തിൽ 2 മാസം അങ്ങോട്ട് അവധിക്ക് വരത്തുള്ളൂ, ചേട്ടൻ വരത്തുള്ളൂ. അപ്പോൾ ഭയങ്കര കരച്ചിൽ വരുമായിരുന്നു. കാരണം അപ്പോഴേ കാണുന്നുള്ളൂ ചേട്ടനെ. ഇടയ്ക്ക് പോലും വിളിക്കുവാണെങ്കിൽ പോലും ആഴ്ചയിൽ 2 തവണയോ 3 തവണ വിളിക്കും. അതാണ് കോൺടാക്റ്റ് എത്ര ഉള്ളൂ. ഇപ്പോൾ ഒരു ചേട്ടൻ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഒരു ഫീൽ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ 2 മാസം കഴിയുമ്പോൾ ചേട്ടൻ പോവും. അപ്പോഴൊക്കെ അറിയുന്നൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. അതപ്പോൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു സങ്കടമില്ല. ഇപ്പോൾ ഒരു ഉടുപ്പിട്ട് കാണാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പോൾ ഒരു വൈദികനായി. എൻ്റെ ചേട്ടൻ ഒരു അച്ഛനാന്ന് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമാണ്, അതോടൊപ്പം സന്തോഷമാണ്. അങ്ങനത്തെ തീർച്ചയായിട്ടും എനിക്ക് നോബിയുടെ ആ ഒരു ഇതല്ലേ ആ ഒരു കുട്ടിക്കാലത്ത് ഒരു ചേട്ടനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വേണമുള്ള അവസ്ഥയിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടം. ഇപ്പോഴും ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ലേ? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, ബാംഗ്ലൂർ പഠിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ഫാമിലി വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അച്ഛൻ്റെ പട്ടം എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ വലിയൊരു അത്ഭുതം കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എബി അല്ലേ? നമ്മൾ അറിഞ്ഞു വെച്ചാൽ എബി ബൈബിൾ എഴുതിയ ഒരു കാര്യം, അതായത് എനിക്ക് തോന്നുന്നു പട്ടത്തിൻ്റെ തലേ ദിവസമാണ് ബൈബിൾ എഴുതി പൂർത്തിയാക്കുന്നത് അല്ലേ? നമ്മൾ പുറമേ കുറവുകൾ അങ്ങനെ പലത് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, അതായത് എല്ലാം തികഞ്ഞുള്ളവർക്ക് പോലും ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ് എബി ചെയ്തു തീർത്തത്. അതൊരു വലിയൊരു അത്ഭുതമാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇങ്ങനെ 1 ദിവസമായി. അപ്പോൾ 5 ദിവസമായി പലത് തുടങ്ങി. ഇപ്പോൾ 10 ദിവസം എഴുതിയെന്ന് തീർത്തു. അവരെ ഇങ്ങനെ ഇപ്പോൾ ചേച്ചു അവരെ പിന്നെ ഇപ്പോൾ പറഞ്ഞ അപ്പോൾ 2 വർഷമായിട്ട് അപ്പം എന്താണ് 4 വർഷം തീർന്നു. വർഷം മൊബൈൽക്ക് എല്ലാം പതിച്ചു. അതങ്ങനെ വർഷം അങ്ങനെ അപ്പോൾ വിളിച്ച് ചിച്ചു. അപ്പോൾ പതിച്ചു. ഇങ്ങനെ അമ്മയും പപ്പയും എല്ലാവരും പതിച്ചു. എൻ്റെ ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ദൈവം ഉത്തരം നൽകി അല്ലേ? മറ്റേ ഉണ്ടാകുന്നുണ്ട് എല്ലാ രൂപ 10 വയ്ക്കുള്ളൂ. അപ്പോൾ വെച്ച് എല്ലാവരും ജോലി കിട്ടിയാലേ പപ്പനെ സഹായിക്കും. ഇങ്ങനെ എബി പറഞ്ഞത്, ഞാൻ ബൈബിൾ എഴുതി കുറേ കാലമായി, സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുതൽ എഴുതി. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്കൊക്കെ ഞാൻ എഴുതി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ബോബി അച്ഛനാകാൻ വേണ്ടിയിട്ട് എഴുതി, പപ്പായ്ക്ക് നന്നായി ജോലിയൊക്കെ ചെയ്യാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി എഴുതി, അപ്പൂന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബൈബിൾ എഴുതി എന്നൊക്കെ എന്നാണ് പറഞ്ഞത്. പിന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അത് കഴിഞ്ഞ് കൊറോണ സീസൺ ആയപ്പം വീട്ടിലേക്ക് വന്നു. പിന്നീട് സ്കൂളിലൊന്നും വിടാൻ പറ്റിയില്ല. അവന് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
നോബി എഴുതുന്നതൊക്കെ കാണുമ്പോൾ എനിക്കും ക്ലാസ് ഉണ്ട്, എനിക്കും എഴുതണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതുമായിരുന്നു. ബുക്കുകളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ, അപ്പോൾ അതിങ്ങനെ എഴുതുമായിരുന്നു. ആയിടയ്ക്കാണ് ഇവൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ പള്ളിയിലെ മദറായിരുന്ന MSMIയിലെ സിസ്റ്റർ മേഴ്സലെറ്റ് എന്ന് പറയും, സിസ്റ്റർ ആദ്യമായിട്ടൊരു ഡയറിയും ഒരു പെൻസിലും കൊടുക്കുന്നത് ഇവനെ എഴുതാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് സിസ്റ്റർ തന്നാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്ത് കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം ബുക്കും പെൻസിലുമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്താ എഴുതുകയെന്നൊക്കെ പറഞ്ഞ് ഇവനെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് ബൈബിൾ എഴുതാം. അങ്ങനെയാണ് ബൈബിൾ എഴുതാനായിട്ടുള്ള ഒരു തുടക്കം. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. എഴുതുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അങ്ങനെ കൃത്യമായിട്ട് പിന്നെ എഴുതാൻ തുടങ്ങി. നമ്മൾ ആദ്യമൊക്കെ ഒന്ന് ഉറപ്പിച്ചാൽ മതിയായിരുന്നു, ഇന്ന് എഴുതിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ പോയിരുന്ന് എഴുതും. പിന്നെ മൊബൈലിൽ പാട്ടിട്ടിട്ട് അത് സ്പീക്കറിലിട്ട് ആ പാട്ടിൻ്റെ ട്യൂൺ അനുസരിച്ച് നല്ല കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു. മണിക്കൂറുകളോളം വേണേലും അവനെ എഴുതും. ഒരു ദിവസം പോലും മുടക്കമില്ലാതെ കറക്റ്റായിട്ട് എഴുതി. അപ്പോൾ എഴുതുമ്പോൾ ഓരോരുത്തർ പറയുമായിരുന്നു, എബി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറയും ബൈബിൾ എഴുതി പ്രാർത്ഥിച്ചാലാണ് അതിൻ്റെ ഉത്തരം കിട്ടുക എന്ന് പറയും. അപ്പോൾ ബൈബിൾ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. പരീക്ഷാ സമയങ്ങളൊക്കെ പിള്ളേർ വന്ന് പറയുമ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എഴുതുമായിരുന്നു. ഞങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞാലും ആർക്ക് വേണ്ടിയിട്ട് എഴുതി. ഏറ്റവും കൂടുതൽ ഇഷ്ടം ബോബിക്ക് വേണ്ടി എഴുതുക എന്നുള്ളതായിരുന്നു. എന്തിനാ എഴുതുന്നതെന്ന് ചോദിച്ചാൽ ബോബി അച്ഛനാകാനാണ് ഞാൻ എഴുതുന്നതെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് എഴുതിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ വേഗം പോയിട്ട് എഴുതുമായിരുന്നു. അങ്ങനെ പുതിയ നിയമം മുഴുവനും പുത്തൻ കുർബാനയുടെ കൃത്യം തലേ ദിവസം തന്നെ എഴുതി പൂർത്തീകരിച്ചു. അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ എഴുതുമ്പോൾ തന്നെ അച്ഛനോട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതുകൊണ്ട് അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം അച്ഛന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എഴുതണം കേട്ടോ, പ്രാർത്ഥിക്കണം കേട്ടോ, മറന്നേക്കല്ലേ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ ഭക്ഷണം കഴിക്കാൻ പോലും മടി ചിലപ്പോൾ കാണിക്കുക, എഴുതാനുള്ള തിരക്കാണ് വന്നു കഴിയുമ്പോൾ. അത്രയും താല്പര്യത്തോടുകൂടി അവൻ എഴുതുമായിരുന്നു. ഇപ്പോഴാണേലും കുർബാന കഴിഞ്ഞേച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം എഴുതിയിട്ടാണ് കാപ്പിടിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ സമ്മാനങ്ങൾ കൊടുക്കും അച്ഛൻ. എഴുതി ഇത്ര ഭാഗം എഴുതി അന്നേരം ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ ഒന്നെങ്കിൽ ഡയറി കൊടുക്കും, അല്ലെങ്കിൽ പെൻസിൽ കൊടുക്കും. ഇതേപോലെ സിസ്റ്റേഴ്സും അങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചത് ഇവിടെ തന്നെയുള്ള MSMI സിസ്റ്റേഴ്സായിരുന്നു. പിന്നെ ആ കാലത്തുണ്ടായിരുന്ന ഫാദർ റോബിൻ പടിഞ്ഞാറയിൽ അച്ഛനാണ് ഒത്തിരി ഇവനെ പ്രോത്സാഹിപ്പിച്ചത്. അവൻ എഴുതുന്നതിനെല്ലാം ഒത്തിരി പ്രോത്സാഹനം. 4 വർഷത്തോളം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ നന്നായിട്ട് സമ്മാനങ്ങൾ കൊടുക്കും. ഒരു പ്രാവശ്യം വേദപാഠത്തിൻ്റെ സമയത്ത് ഇവനെ വിളിച്ച് ഇവൻ്റെ ഡയറിയിലൊക്കെ കൊണ്ടുപോയി പിള്ളേർക്ക് കാണിച്ചു കൊടുത്ത്, നമ്മളെപ്പോലെ ഒന്നുമല്ല, ബുദ്ധിയും കഴിവൊന്നും ഇല്ലാത്തൊരു കൊച്ച് ഓരോ അക്ഷരവും പെറുക്കി നോക്കി എഴുതിയതാണെന്നൊക്കെ പറഞ്ഞ് പിള്ളേർക്കൊക്കെ ഒരു പ്രചോദനം ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ പള്ളിയിൽ ആദരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. സമ്മാനങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അടുത്തുള്ള ആൾക്കാർ, പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും കുടുംബക്കാർ ഒക്കെ സമ്മാനങ്ങൾ കൊടുക്കും. ആരെന്താ നിനക്ക് സമ്മാനം വേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം പറയുക എനിക്ക് ഡയറിയും പെൻസിലും മതി എന്ന് പറയും. അപ്പോൾ അതായിരുന്നു അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം. ഇപ്പോഴും അങ്ങനെ പോകുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വലിയൊരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ഈ ഒരു കുടുംബത്തിൽ എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്കറിയാം, ബൈബിളിൻ്റെ ഒരു തിരുവചനം ജീവിക്കുന്ന ദൈവം തന്നെയാണ് ഈശോ. അപ്പോൾ ആ ഒരു വചനം എഴുതുമ്പോൾ, ഓരോ വട്ടം വചനം എഴുതുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം അത് ഓരോരുത്തരുടെ കുടുംബത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരാൾ അത്രമാത്രം വചനം എഴുതിക്കൊണ്ടിരിക്കുന്നു, അതും ഇത്രമാത്രം രീതിയിൽ കുറേ ബുദ്ധിമുട്ടുകളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ആൾ എഴുതുന്നതും അത്രയും താല്പര്യത്തോടെ ചെയ്യുന്നതും. അപ്പം അത് നോബിയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇങ്ങനെ ആയതിന് പിന്നിലും കൂടി ഒരു എന്താ പറയുക, യാതൊരു തടസ്സവും കൂടാതെ എല്ലാം പോകുന്നതിൻ്റെ പിന്നിലും നോബിയുടെ ഈ ഒരു ബൈബിൾ എഴുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ് അല്ലേ. ഇവന് സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അക്ഷരങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷെ വായിക്കാനൊന്നും അറിയില്ല. അപ്പം ബൈബിൾ എടുത്തിട്ട് ആ ഓരോ അക്ഷരങ്ങളൊന്ന് നോക്കും, പിന്നീട് അതേപോലെ ഡയറിയിലേക്ക് എഴുതും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് നോക്കി എഴുതി കുത്തും കോമായും എല്ലാം കറക്റ്റ് അങ്ങനെ കറക്റ്റ് ചെയ്തത്. അങ്ങനെ അച്ഛൻ ആദ്യ പോസ്റ്റിംഗ് കിട്ടുന്നത് കൊട്ടിയൂര് അല്ലേ? എങ്ങനെയാണ് അവിടുത്തെ ശുശ്രൂഷകളൊന്ന് പങ്കുവയ്ക്കാം? ഞങ്ങളുടെ രൂപതയിലെ വലിയ പള്ളികളിൽ, ആളുകൊണ്ട് കുടുംബങ്ങളുടെ എണ്ണം കൊണ്ട് വലിയ പള്ളികളിലെ ഒരു പള്ളിയാണ് ഈ കൊട്ടിയൂർ പള്ളി.
ആദ്യത്തെ ശുശ്രൂഷ എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ സ്പെഷ്യലാണ്. അത്യാവശ്യം വലിയതാണ്, 1000-നടുത്ത് വീട്ടുകാരുണ്ട്. ഞാൻ അവിടുത്തെ കൊച്ചച്ഛനായിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും സാധാ രീതിയിൽ നോക്കി നടത്തുക, ശുശ്രൂഷകൾ ചെയ്യുക, സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുക. പിന്നെ ആളുണ്ട് അത്യാവശ്യം, കാരണം ഇത്രയും വീട്ടുകാരുള്ളതുകൊണ്ട് നമുക്ക് ചെറുപ്പക്കാരും വീട്ടുകാരും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവരുടെ ഇടയിലായിരിക്കുക, സന്തോഷമായിട്ട് പോകുന്നു. അച്ഛൻ സെമിനാറിലായിരുന്നപ്പോൾ ഒരു വൈദികനായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ജീവിതം ലൈഫ് വേണം, ഞാൻ ഇതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും വൈദികനായിട്ടുണ്ടാവുക. അതെല്ലാം ചെയ്ത് ആരംഭിച്ചോ? ഞാൻ ആളുകളുടെ ഇടയിലായിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ സംഘടനകളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ വഴി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഞാനിപ്പോൾ ആയിരിക്കുന്ന ഇടവകയിൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഏതൊരു സംഘടന എടുത്താലും അതിനകത്ത് ആളുകളുണ്ട്, പ്രവർത്തിക്കാൻ ഇഷ്ടംപോലെ മേഖലകളുണ്ട്. പിന്നെ സാഹചര്യങ്ങളും ചുറ്റുപാടും സ്കൂളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ഇപ്പോൾ ഉള്ളൊരു സ്ഥിതിയിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷം. ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ ആഗ്രഹം? എനിക്ക് ഈ KCIM-ലും മിഷൻ ലീഗിലെയും അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അവർ ഒത്തിരി, എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് എന്ത് കിട്ടും, എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് ചെയ്യാനുള്ളൂ, അങ്ങനെ ഒരു ചിന്ത വളർന്നു വരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അല്ല, പുതിയ തലമുറയ്ക്കും ഇങ്ങനെ സേവനങ്ങൾ ചെയ്യണം, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹമുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവരെ പുറത്തേക്ക് കാണിക്കാൻ ഒരു സൗകര്യമായിട്ട് തീർച്ചയായിട്ടും KCIM മിഷൻ ലീഗ് ഉണ്ടെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒത്തിരി മൈൻഡുള്ള മനസ്സുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവരുടെ കൂടെ ആയിരിക്കുക, ഒത്തിരി നന്മകൾ ചെയ്യുക, ആരോഗ്യം. പിന്നെ ഞാൻ നോക്കും ഒത്തിരിയും പ്രായമായ ആളുകളൊക്കെ, കുട്ടികളെല്ലാം പുറത്തുപോയി, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരെല്ലാം പുറത്തുപോയി. അപ്പച്ചനും അമ്മച്ചിയൊക്കെ വീട്ടിലുള്ളൂ. ചുമ്മാ ഒന്ന് പോയി കാണാം, ഇടയ്ക്ക് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി, പച്ചൻ യുവജനങ്ങളുടെ കാര്യം കൂടി പറഞ്ഞപ്പോൾ നിങ്ങൾ കൂട്ടി ചോദിക്കാനുള്ള ഒരു കാര്യം, ഇന്ന് വൊക്കേഷൻ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്തുവിന് വേണ്ടി, അത് പൗരോഹിത്യമായിരിക്കോട്ടെ സന്യാസമായിരിക്കോട്ടെ, കുറഞ്ഞു വരുന്നുണ്ട്. ഒരു പക്ഷേ വിശ്വാസം കുറയണമായാലും ഒരു പക്ഷേ നമ്മുടെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഈ കുടുംബം പണ്ട് 10 ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 2 കുറഞ്ഞു. ഒരു പക്ഷേ 10 ഉണ്ടായിരുന്ന 3 പേര് സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ പൗരോഹിത്യത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇല്ല, കൊടുക്കാനില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ അതറിയാം, വിശ്വാസം കുറയുന്നതല്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ ആ താല്പര്യമുള്ള യുവജനങ്ങൾ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് പല എന്താ പറയുക, ഒരു ക്രൈസിസ് അവർ നേരിടുന്നുണ്ടാവും. ഒരു പക്ഷേ വേണോ വേണ്ടേ, ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ പലരും ഇതിനെക്കുറിച്ച് പൗരോഹിത്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, സന്യാസത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണുന്നു, അപ്പോൾ ഞങ്ങൾ വെറുതെ വേണോ, നമുക്കിതന്നെ പോരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് ചോദ്യമായിട്ട് നിൽക്കുന്നവരുണ്ടാവും. ഒരു പക്ഷേ നമ്മൾ കാണുന്ന ഈ ഒരു പ്രേക്ഷകരിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഒന്ന്, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ലൈഫ് എടുക്കണം. റിസ്ക് എടുക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട്. നമ്മുടെ എല്ലാത്തിനും നമ്മൾ അത് ഫീൽ ചെയ്യും. അത് ശരിക്കും അച്ഛന് മാത്രമേ ഫീൽ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. ദൈവം കൂടെ ഉണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും മനസ്സിലൊരു പ്രചോദനം തോന്നുമ്പം ഇത് പുറത്ത് പറയാൻ പറ്റുമോ, ആരോടാ പറയുക, അങ്ങനത്തെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പറയാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒത്തിരി പേരുണ്ട്. അവിടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന വഴി പോകുമ്പോഴാണ് നമ്മൾ ഈ വിചാരിക്കുന്ന കുറേ പൈസ ഉണ്ടാക്കിയാലോ എല്ലാ കാര്യങ്ങളും ചുറ്റുമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷവും സമാധാനം കിട്ടുമെന്ന് അല്ല. ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നന്മ എന്താണോ അവിടെ നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ആ സന്തോഷ സമാധാനം നമ്മൾ ഫീൽ ചെയ്യുന്നത്. എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, സന്തോഷവും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, പിന്നെ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനാവുക എന്ന് പറയുന്നതും സിസ്റ്റർ ആവുക എന്ന് പറയുന്നതും വളരെ മഹനീയമായ കാര്യമാണ്. അത് ഈ ലോകം എന്ത് കാണുന്നു, എങ്ങനെ രീതിയിൽ കാണുന്നു എന്നല്ല. ലോകം പണ്ടെന്തോ കണ്ടു, ഇന്നിപ്പോൾ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നു, നാളെ മറ്റെന്തെങ്കിലും കാണും. അതുകൊണ്ട് ഇനി മുഴുവൻ നെഗറ്റീവായിരിക്കും അങ്ങനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ചിലപ്പം നാളെ മാറി മറിഞ്ഞ് വരും. അതുകൊണ്ട് പിന്നെ ഇന്നും എനിക്ക് തോന്നുന്നു എല്ലാ ജീവിതത്തിലും അതിൻ്റെതായ പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിൽ കുടുംബജീവിതത്തിലായാലും നെഗറ്റീവ് വശം നന്നായിട്ടുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പം അങ്ങനെ പലപ്പോഴും പക്ഷേ എനിക്ക് തോന്നുന്നു ചില ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നു ഈ ഒരു മേഖല. ഒരു പക്ഷേ അതിൻ്റെ ഒരു വിശുദ്ധിയും അതിൻ്റെ ഒരു മൈനീയത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യമായിരിക്കാം ഒരു പക്ഷേ ചില ആളുകളെ കൊണ്ട് ഇത് മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ എന്ന് പലപ്പോഴും ഞങ്ങൾ ഈ ഒരു മാധ്യമ മേഖലയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില, അപ്പം അത്തരത്തിലൊക്കെ ആയിരിക്കും അല്ലേ, ആയിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നമ്മളൊരു നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം ദൈവം തന്നെ ഒത്തിരി പേരെ നമ്മുടെ കൂടെ നിർത്തുന്നുണ്ട്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ ധൈര്യപൂർവ്വം മുന്നോട്ട് നയിക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഒരു അച്ഛനും ഒരു സിസ്റ്ററിനും
പേടിക്കേണ്ട പേടിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ല. സന്യാസം അല്ലെങ്കിൽ പൗരോഹിത്യം അത് വളരുക തന്നെ ചെയ്യും അല്ലേ? ഈ പറയുന്ന എനിക്ക് പോലും ചിലപ്പോൾ നാളെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം, പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും എൻ്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുത്തവൻ ദൈവമാണെങ്കിൽ ആ ദൈവം തന്നെ ഈശോ തന്നെ കൊണ്ടുപോയിക്കോളൂ അല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു എന്നുള്ളത് അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ദൈവവിളിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല, ദൈവമാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ആഗ്രഹമുള്ളവർ ഒരു പക്ഷേ അവർ ആ ദൈവഹിതത്തിന് നിന്ന് കൊടുത്താൽ മതി, ബാക്കി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ യൂത്തുകാരും അതേപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുക, ബാക്കി ദൈവം നോക്കിക്കോളും. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ. എന്തായാലും വളരെ വളരെ എന്താ മോട്ടിവേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ അത്ഭുതമായിരുന്നു അച്ഛൻ്റെ ഈ ഒരു ദൈവവിളി. അച്ഛൻ ആദ്യം വന്നപ്പോൾ വിളിച്ച് പറഞ്ഞു ഒരു സാഹസികവും ഇല്ലാത്ത എൻ്റെ ദൈവവിളിയിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞെങ്കിലും അച്ഛൻ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ അത് ഒരുപാട് ദൈവത്തിൻ്റെ ആ ഒരു കരസ്പർശനം, അല്ലെങ്കിൽ ഒരു ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തത് അച്ഛൻ ഇപ്പോൾ ഈ ഒരു വൈദികനായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങൾ കാണുന്നു. അച്ഛൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, സഹോദരങ്ങളുടെ പ്രാർത്ഥന എല്ലാം ഒരുപക്ഷെ ഞങ്ങൾ കാണുന്നു. ഇത് ഈ ഒരു ലൈഫ് ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രചോദനമാവട്ടെ. ഒരുപാട് ദൈവവിളികൾ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്നെല്ലാം ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും അച്ഛാ വളരെ നന്ദി. കാരണം ഇത്ര നേരം അച്ഛൻ തിരക്കുള്ളതാണ്, വലിയൊരു ഫറവനയിലെ അസിസ്റ്റൻറ്റ് വികാരിയാണ്. ഒരുപാട് ഞങ്ങൾ അച്ഛനെ കുറേ ദിവസങ്ങളിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ പലപ്പോഴും അച്ഛൻ അവിടുത്തെ തിരക്കുകൾ കാരണം ഞങ്ങളോടൊപ്പം വരാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ദൈവം അതിനുവേണ്ടി ഒരുക്കി. എന്തായാലും അച്ഛാ ഒരുപാട് നന്ദി അച്ഛാ ഇത്ര നേരം പങ്കുവെച്ചത്. താങ്ക് യു. വെരി മച്ച്.